ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ചെറിയൊരു ഈവനിങ് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നല്ലൊരു കിഡ്ലിൻ റെസിപ്പി ഉണ്ട്. പ്രഷർ കുക്കറിൽ ചിക്കന് മൊത്തത്തിൽ വെറും 2 ടേബിൾ സ്പൂൺ എണ്ണയിൽ 15 മിനിറ്റിനകത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു ചിക്കൻ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ശരി, നമുക്കിന്ന് ഇന്നത്തെ വ്ളോഗിലേക്ക് പോവാം. പിന്നെ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ഇതിപ്പം നമ്മുടെ ബാഹുബലി താലി കഴിക്കാൻ പോയിട്ടുള്ള നെക്സ്റ്റ് ഡേ ഉച്ചത്തേക്കുള്ള വിഭവം ഉണ്ടാക്കുക കേട്ടോ. അതായത് ഉച്ചത്തേക്ക് ഞാൻ ചോറ് ഉണ്ടാക്കുന്നില്ല, ചോറ് കഴിക്കാൻ വലിയ മൂഡൊന്നുമില്ല. അതുപോലെ തന്നെ ചോറ് ഉണ്ടാക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വൈകിട്ടേക്കുള്ള സ്പെഷ്യൽ റെസിപ്പി വീഡിയോ എടുക്കലൊന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നിങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ടോട്ടില്ല ചൂടാക്കിയിട്ട് കോളിഫ്ലവർ മസാല ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ടുണ്ട്. പിന്നെ ടോട്ടിലിനകത്ത് മയനൈസും ടൊമാറ്റോ സോസും കൂടി സ്പ്രെഡ് ചെയ്തിട്ട് ഈ ഫ്രൈ ആക്കിയിട്ടുള്ള കോളിഫ്ലവർ ഇതിനകത്ത് വെച്ച് കൊടുക്കാം. എനിക്ക് ഉച്ചത്തേക്ക് ചോറ് തന്നെയാണ് ഇഷ്ടം. പക്ഷേ മടി പിടിക്കുന്ന ദിവസങ്ങളിലും അതുപോലെ സമയമില്ലാത്ത ദിവസങ്ങളിലൊക്കെ എന്തും കഴിക്കാന്നുള്ള രീതിയിലാവും. പിന്നെ മക്കൾക്ക് ഇഷ്ടം ഇതുപോലത്തെ ഐറ്റംസൊക്കെ കേട്ടോ. റീനിന് പിന്നെ ചോറിന് കുറേ സൈഡ് ഡിഷൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ചോറ് കഴിക്കുള്ളൂ. ചോറ് മാത്രം അല്ലെങ്കിൽ എന്തെങ്കിലും 1-2 ഐറ്റംസ് മാത്രമാണെങ്കിൽ ചോറൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല. ഇതുപോലത്തെ ഐറ്റംസൊക്കെയാണ് ഇഷ്ടം. റോസിന് പിന്നെ ഡെയിലി ഇതുപോലത്തെ ഐറ്റംസ് ആണെങ്കിൽ ഭയങ്കര സന്തോഷമാവും. ചോറ് ഒട്ടും തന്നെ ഇഷ്ടമല്ല. അപ്പോൾ ഉച്ചത്തേക്കുള്ള ഫുഡൊക്കെ കഴിച്ച ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോക്കായിട്ട് നിന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്കുള്ളൊരു മാരിനേഷൻ നോക്കാം. ഞാൻ വെളുത്തുള്ളി ഒരു 6-7 വെളുത്തുള്ളി തൊലി കളയാണ്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയ ഉള്ളി ഒരു 8-10 ചെറിയ ഉള്ളി എടുക്കുക. 1 ടീസ്പൂണ് വലിയ ജീരകം, 1 ടീസ്പൂണ് ചെറിയ ജീരകം, പിന്നെ ഇഞ്ചി ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ആവശ്യമുണ്ട്. 2 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതലെടുക്കാം. പിന്നെ 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിലേക്ക് നമുക്ക് തൈര് വേണം. ഒരു 2 ടേബിൾ സ്പൂണോളം തൈര്, അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മാരിനേഷന് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി ഞാനൊരു ബ്ലെൻഡറിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മാരിനേഷൻ നമ്മൾ ചിക്കൻ അൽഫഹാം ഉണ്ടാക്കൂലേ, അതിൻ്റെ ഒരു മാരിനേഷനാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ ആദ്യം അൽഫാം ഉണ്ടാക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അൽഫാം ഉണ്ടാക്കാനുള്ള നമ്മൾ പുകയ്ക്കാനുള്ള സാധനം എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു. കാരണം ഇവിടെ ഞാൻ ഒരിക്കൽ പുകച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ ഫയർ അലാമൊക്കെ ഓണായി. നമ്മൾ കിച്ചണിൽ പുകയുടെ ആ ഒരു ഇത് വരുമ്പോൾ ഫയർ അലാമൊക്കെ ഓണാവും. അപ്പോൾ അതിനുശേഷം പിന്നെ ആ സംഭവം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം അൽഫാമിൻ്റെ ഒരു മാരിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പേസ്റ്റ് പരത്തിൽ അരച്ചെടുക്കുക. ഒട്ടും തന്നെ വെള്ളം ഒഴിക്കണ്ട കേട്ടോ, കാരണം തൈരുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ട് അരഞ്ഞിട്ടുള്ളൂ. നല്ല തിക്കായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ 1 കിലോനും കുറച്ചുകൂടെ കൂടുതലുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നല്ല നെയ്യ് ഉണ്ടായിരുന്നു കേട്ടോ ചിക്കനിൽ. അപ്പോൾ മാക്സിമം ഞാൻ കളഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യ് ഉണ്ടായിക്കോട്ടെ, കാരണം നമ്മൾ ചിക്കന് കുറഞ്ഞ എണ്ണയിലല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് നെയ്യ് അവിടെ ഉള്ളത് നല്ലതാണ്. മാക്സിമം ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇങ്ങനെ വരിഞ്ഞെടുക്കാം. ചെറുതായിട്ട് വരഞ്ഞു കൊടുക്കണം കേട്ടോ. ഈ എല്ലിൽ തട്ടാണ്ട് രീതിയിൽ വേണം വരഞ്ഞു കൊടുക്കാൻ. എന്നാലേ ചിക്കന് അതിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് മസാല പിടിക്കുകയുള്ളൂ. പിന്നെ എപ്പോഴും ഇതുപോലെ മാരിനേഷനൊക്കെ ചെയ്യുമ്പോൾ ഒരു 1-2 മണിക്കൂർ ഇങ്ങനെ ഫ്രിഡ്ജിൽ താഴെ വെക്കുന്നത് നല്ലതാണ്. പക്ഷേ എനിക്ക് ഒട്ടും തന്നെ സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ 5 മിനിറ്റ് മാത്രം അത് അവിടെ വെച്ചിട്ടുള്ളൂ മാരിനേഷൻ ചെയ്തിട്ട്. അപ്പം അങ്ങനെ ആയിട്ട് പോലും കിട്ടില്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാരിനേഷൻ ചെയ്തിട്ട് കുറച്ച് നേരം എടുത്ത് വെക്കാൻ പറ്റുമെങ്കിൽ നല്ലത്, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മളിപ്പം അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മസാല പേസ്റ്റ് ഉണ്ടല്ലോ, അത് ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ചെറുതായിട്ടൊന്നല്ല, നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഓരോ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തില്ലേ, അതിൻ്റെ അകത്തൊക്കെ ചിക്കൻ്റെ അകത്തൊക്കെ നന്നായിട്ട് കൈകൊണ്ട് ആക്കിയിട്ട് തേച്ച് പിടിപ്പിക്കണം.
അപ്പോൾ മാക്സിമം നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ കാലൊന്ന് കെട്ടി കൊടുക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നൂല് വെച്ചിട്ട് വേണമെങ്കിൽ കാലിത് രണ്ടും കൂടി ഇങ്ങനെ കെട്ടി കൊടുക്കാം. ഞാനിപ്പം അത് ചെയ്യാണ്ട് നമ്മൾ സ്ക്യൂവർ ഉണ്ടല്ലോ, സ്ക്യൂവർ ഒന്ന് കട്ട് ചെയ്തിട്ട് 2 സ്ക്യൂവർ എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഈ ഇറച്ചിയും കൂടിയിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് സ്ക്യൂവർ എടുത്ത് മാറ്റിയാൽ മതി. നൂല് കൊണ്ട് വേണമെങ്കിൽ നൂല് കൊണ്ട് ചെയ്യാം. എനിക്കിത് കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നി. അതുപോലെ ചിക്കൻ്റെ വിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ. ഞാൻ വിങ്സ് ഒഴിവാക്കിയിട്ടില്ലായിരുന്നു. ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അത് പെട്ടെന്ന് കുക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊഴിഞ്ഞു പോകും. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഒഴിവാക്കുന്നതായിരിക്കും. അവിടെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഞാനൊരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ പ്രഷർ കുക്കറിൽ നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഫ്ലെയിം വളരെയധികം ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പ്രഷർ കുക്കറിൽ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മാത്രം മതി, കൂടുതലൊന്നും വേണ്ട. ഈ വെളിച്ചെണ്ണ ഇതിപ്പോൾ ഒഴിച്ചു കൊടുക്കാൻ തന്നെ മെയിൻ കാരണം അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ആ വെളിച്ചെണ്ണേൻ്റെയും ആവശ്യമില്ല. കാരണം ചിക്കനിൽ നിന്ന് തന്നെ കുറേ വെള്ളം ഇറങ്ങി വരും. പിന്നെ ചിക്കന് നെയ്യ് അതെല്ലാം കൂടി വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. എന്നാലും പാനിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ തടവുന്നത് ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ നല്ലതാണ്. എന്നിട്ട് ചിക്കന് അകത്ത് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ മസാല ഉണ്ടല്ലോ, കുറച്ച് അധികം മസാല ഉണ്ടാവും. അപ്പോൾ അത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ശരിക്കും ഈ ഒരു ചിക്കൻ റെസിപ്പി നല്ല ടേസ്റ്റാണ്. എന്തായിരുന്നു ട്രൈ ചെയ്ത് നോക്കുക. മസാലയൊക്കെ നന്നായിട്ട് ചിക്കനകത്തൊക്കെ പിടിച്ചിട്ട് ഓരോ ചിക്കൻ പീസ് എടുക്കുമ്പോഴും കിടിലൻ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണേ. നല്ല ഈസി വേണം ഉണ്ടാക്കാൻ. പ്രഷർ കുക്കറിൽ നമ്മൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ക്യാപ്സിക്കം ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഇത് ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക തരം ടേസ്റ്റ് തന്നെയാണ്. നല്ല മണവും നല്ലൊരു ഫ്ലേവറൊക്കെ ആയിരിക്കും. അപ്പോൾ ഒന്ന് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക തീർച്ചയായിട്ടും, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഒന്നും വെള്ളം ഒഴിക്കൊന്നും വേണ്ട. നമുക്ക് പ്രഷർ കുക്കറിൻ്റെ ലിഡ് അടച്ച് വയ്ക്കുക. ഇതിനൊരു മീഡിയം ലോ ഫ്ലെയിമിൽ നമ്മളൊരു 10 മിനിറ്റിനകത്ത് തന്നെ ഇത് പുറത്തേക്ക് വിസിൽ വരും. അപ്പം ഒരു വിസിൽ വന്ന പാടെ നമുക്ക് ഓഫ് ചെയ്ത് വെക്കണം. ഓരോ പ്രഷർ കുക്കറും വിസിൽ വരുന്ന സമയം ചിലപ്പം ഡിഫറെൻ്റ് ആവും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക, ലോ ഫ്ലെയിമിലല്ല, മീഡിയം ഫ്ലെയിമിൽ. ഒരു 10 മിനിറ്റിനകത്ത് തന്നെ വരുന്നുണ്ടാവും. അപ്പം ഫസ്റ്റത്തെ വിസിൽ വന്നു, ഞാൻ അപ്പം തന്നെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി പ്രഷർ പോയ ശേഷം മാത്രമാണ് ഇത് തുറന്ന് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ചിക്കനാണ് പെട്ടെന്ന് വേവുന്ന ഐറ്റമാണ്. അതുകൊണ്ട് ഒരുപാട് നേരമൊന്നും പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്യാൻ വെക്കരുത്. മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ കേട്ടോ, അത് ഏത് കുക്കറാണെങ്കിലും. അപ്പോൾ പ്രഷറൊക്കെ പോയ ശേഷം ഞാനിപ്പോൾ ഇത് തുറക്കുവാണ്. അപ്പോൾ ഇത്രയും വെള്ളമുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും, അത് ഉറപ്പാണ്. ശരിക്കും നല്ലൊരു മണമായിരിക്കും കേട്ടോ. അത് പ്രഷർ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര നല്ല മണമാണ്. അപ്പം ക്യാപ്സിക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് വേറൊരു പാത്രം അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാനോ എന്തെങ്കിലും എടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നേരത്തെ നമ്മൾ ചെയ്ത പോലെ ചെറുതായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ മതിയാവും. അതും ഈ മസാല അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി, ഇനി ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ മസാലയുടെ ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ വെന്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറേ മസാല ബാക്കി വന്നൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മസാല കുറച്ച് അധികം ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കുക. പെട്ടെന്ന് വറ്റിപ്പോകും കേട്ടോ. മൊത്തം വറ്റിച്ചെടുക്കണ്ട. ഏകദേശം ഒരു തിക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാനുണ്ട്. എന്നാലേ ആ മസാലയൊക്കെ ചിക്കന് നന്നായിട്ട് പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കാം, അതുപോലെ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടും എടുക്കാം. ദോശയുടെ കൂടെയൊക്കെ തന്നെ സെർവ് ചെയ്യണമെങ്കിൽ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ട് എടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ ചപ്പാത്തിയുടെ കൂടെ വേറെ കറിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ നല്ല ഡ്രൈ ആക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ എടുത്തിട്ടുണ്ട്, ഇതാ പുറത്തേക്ക് എടുത്തു. അപ്പോൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പതുക്കെ വേണം എടുക്കാൻ. വെന്ത ചിക്കനാണ്, പെട്ടെന്ന് ഉടഞ്ഞു പോകും. അപ്പോൾ അതാ എൻ്റെ ചിക്കൻ്റെ വിങ്സ് പുറത്തേക്ക് ചാടി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ്റെ വിങ്സ് ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. വിങ്സൊക്കെ പെട്ടെന്ന് സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഉടഞ്ഞു പോകും. അപ്പോൾ മാക്സിമം മസാല എടുത്തിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. ഈ ഒരു ഗ്രേവി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഗ്രേവി നല്ല തിക്കാക്കിയിട്ട് എടുത്തിട്ട് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഗ്രേവിയിൽ ഈ ചിക്കൻ ഇട്ടിട്ട് വറ്റിച്ചെടുക്കുവാണ്. അപ്പോൾ നല്ലോണം ഗ്രേവി തിക്കായിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ചിക്കന് നമുക്ക് ഇട്ട് കൊടുക്കാം.
ഇനി ഈ ചിക്കന് ഈ ഒരു ഗ്രേവിയിൽ തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ചിക്കൻ്റെ അകത്തേക്കൊക്കെ ഈ ഒരു ഗ്രേവി നന്നായിട്ട് ഇറങ്ങി ചെല്ലുന്ന രീതിയിൽ തിരിച്ചും മറിച്ചും സൈഡിലും ഒക്കെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സംഭവം ഒരു ഏകദേശം ഒരു 5-8 മിനിറ്റിനകത്ത് നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം പ്രഷർ കുക്ക് ചെയ്ത ശേഷം നമ്മളൊരു 5-8 മിനിറ്റും കൂടി ഇതുപോലെ വറ്റിച്ചെടുക്കാൻ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ കളർ മാറിയത് കണ്ടോ, നല്ല കളറിൽ നല്ല റെഡിഷ് കളറിൽ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാനിപ്പം മുളക് പൊടി കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്പൈസി ആയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് വറ്റിച്ചെടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ, ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്തല്ലേ, അപ്പോൾ കരിഞ്ഞു പോവും അടിഭാഗം. അപ്പോൾ എൻ്റെ തന്നെ ഞാൻ കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ട് സൈഡിലൊക്കെ ഒന്ന് ഇങ്ങനെ എന്താ പറയുക മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ ഇരുന്നിട്ട് നമ്മളിത് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാനിപ്പം ഈ ഒരു ഫ്ലെയിമിലാണ് ഈ ഒരു ചിക്കൻ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അതുപോലെ നമ്മൾ വെറും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് പോലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല ഫ്രൈ ആയിട്ട് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ചിക്കൻ എടുക്കുന്നത് കേട്ടോ. അപ്പം ചിക്കന് ശരിക്കും പറയുകയാണെങ്കിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെളിച്ചെണ്ണേൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ലോണം ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും വേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നല്ല ടേസ്റ്റും ആവും, നല്ല പുറമേ നല്ല ക്രിസ്പായിട്ട് മീൻസ് നല്ല ഡ്രൈ ആയിട്ടും അകത്ത് നല്ല ജ്യൂസി ആയിട്ടും നമുക്ക് ചിക്കൻ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കന് കുക്കായി കഴിഞ്ഞപ്പം ഒരുപാട് വെളിച്ചെണ്ണ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ 2 ടേബിൾ സ്പൂൺ എണ്ണയിൽ കുക്ക് ചെയ്തെടുത്തിട്ടുള്ള ഹോൾ ചിക്കൻ. അപ്പോൾ ഇനി പതുക്കെ നമുക്ക് ആ ഒരു സ്ക്യൂവർ എന്ന് എടുത്ത് മാറ്റാം. പതുക്കെ വേണം ചെയ്യാൻ കേട്ടോ, ചൂടോട് കൂടിയിട്ടായതുകൊണ്ട് ചിലപ്പോൾ ഉടഞ്ഞു പോവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ മാരിനേഷൻ ഞാൻ കൊടുത്തിട്ടുള്ളത് നമ്മുടെ അൽഫാമിൻ്റെ മാരിനേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഇതുപോലെ ചിക്കൻ ഒന്നാകൊക്കെ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഈ ഒരു മസാല വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പ്രഷർ കുക്കറിലായതുകൊണ്ട് തന്നെ ഒരുപാട് നേരം കുക്ക് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ചിക്കൻ്റെ അകത്ത് വന്നിട്ടില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. എല്ലാ വശവും ഒരേപോലെ നല്ല സോഫ്റ്റായിട്ട്, അകത്തൊക്കെ നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ചിക്കൻ ഒന്നാകെ ഉണ്ടാക്കുമ്പം നമ്മൾ ഫ്രൈങ് പാനിൽ എത്ര കുക്ക് ചെയ്താലും നമുക്ക് ചിക്കൻ്റെ അകത്തൊന്നും കുക്ക് ചെയ്തിട്ടില്ല വന്നിട്ടില്ല എന്നൊക്കെ തോന്നും. അപ്പോൾ അതുകൊണ്ട് പ്രഷർ കുക്കറിലൊന്ന് ആദ്യം വേവിച്ചെടുത്ത ശേഷം ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ വൈകിട്ടേക്കാണ് ഇത് ഉണ്ടാക്കുന്നത്, ഡിന്നറിനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫുൾ മെഡാമസാണ് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത്. ചപ്പാത്തിയും ഫൂളും പിന്നെ ഈ ഹോൾ ചിക്കനുമാണ്. ഫുൾ മെഡാമസ് എന്ന് പറഞ്ഞാൽ ഒരു തരം ബീൻസാണ്. അത് നമ്മൾ കുക്ക് ചെയ്തിട്ട് ഉടച്ചെടുത്തിട്ട് പിന്നെ അതിലേക്ക് തക്കാളി വെളുത്തുള്ളിയൊക്കെ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക, ഉപ്പിട്ട് കൊടുക്കുക, പിന്നെ മുകളിൽ ഒലീവ് ഓയിൽ ഒഴിച്ചിട്ട് സെർവ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ 1-2 തവണ ഞാൻ വേറൊരു വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചപ്പാത്തി ചുട്ടെടുക്കുവാണ്.
അപ്പോൾ ചപ്പാത്തിയും ഫൂളും അതുപോലെ ഈ ഒരു ചിക്കനും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ വന്നതാണ് 2 ബോക്സ് ഉണ്ട് അൺബോക്സ് ചെയ്യാൻ. അപ്പം അത് ഞാൻ അടുത്ത് തന്നെ ചെയ്യാം കേട്ടോ. എനിക്കിപ്പോൾ ഡെയിലി ഞാനിപ്പോൾ വീഡിയോ ഇടുന്നതുകൊണ്ട് തന്നെ ഇതിനുള്ള സമയം കിട്ടുന്നില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് ഇത് അൺബോക്സ് ചെയ്ത് കാണിക്കാം. പിന്നെന്താ, കിടക്കാൻ നേരമുള്ള വിശേഷങ്ങളൊക്കെയാണത്. എന്നും മക്കളെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം റീനു ബുക്ക് വായിക്കുന്നു, റൂഹിയും റോസും കൂടി അവിടെ കളിക്കുന്നു. റോയിമോളിപ്പോൾ നന്നായിട്ട് റോസുവിനെ വികൃതി കാണിക്കാറുണ്ട്. റോസ് പിന്നെ തിരിച്ചൊന്നും ചെയ്യില്ല കേട്ടോ. റോസിന് ഭയങ്കര ഇഷ്ടമാണ് മോളെ, അതുകൊണ്ട് ഒക്കെ മിണ്ടാണ്ടിരുന്ന് കൊള്ളാറുണ്ട്. റോസിനോട് എത്ര പറഞ്ഞാലും കേൾക്കില്ല. അവളുടെ മുഖം റോയിമോളെ അടുത്ത് കൊണ്ടുപോയി വെച്ച് കൊടുക്കും. എന്നിട്ട് അവിടെയും ഇവിടെയൊക്കെ അടയാളങ്ങൾ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് കംപ്ലൈൻറ്റ് മാത്രം പറയുള്ളൂ കേട്ടോ. പിന്നെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെയും വീണ്ടും ഇതേപോലെ തന്നെയാണ്. ഡെയിലി 1-2 പരിക്കളൊക്കെ പറ്റാറുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചിക്കൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാനും മറക്കരുത്. പുതിയൊരു വ്ളോഗുമായിട്ടോ വീഡിയോയുമായിട്ടോ ഒക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.